ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൊട്ട് നമുക്ക് സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങാം. ഇന്നപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയറിൻ്റെ പാർട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം. അപ്പോൾ ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാനം എന്താണ്? 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം. അപ്പോൾ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ആലപ്പി രംഗനാഥനാണ്. 2022 ആലപ്പി രംഗനാഥനാണ്. 2021 വീരമണി രാജു, 20 ഇളയരാജയ്ക്ക്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഹരിവരാസന പുരസ്കാരം 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം. അപ്പോൾ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം PK വീരമണിദാസൻ. 2023 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസനം ശ്രീകുമാരൻ തമ്പി. 2022 ഹരിവരാസനം ആർക്കാണ്? ആലപ്പി രംഗനാഥൻ. 2022 ആലപ്പി രംഗനാഥൻ. 2021 വീരമണി രാജു, 20 ഇളയരാജ. അടുത്ത പോയിന്റ് 2024 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. അതിലൊന്നാണ് ആബേൽ പുരസ്കാരം. 2024 കിട്ടിയത് ആബേൽ പുരസ്കാരം എന്താണെന്ന് വെച്ചാൽ ഗണിതശാസ്ത്ര മേഖലയിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നതാണ് ആബേൽ പുരസ്കാരം. ഗണിതശാസ്ത്ര മേഖലയിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? ആബേൽ പുരസ്കാരം. 2024 ആബേൽ പുരസ്കാരത്തിന് അർഹനായത് മൈക്കിൾ തലാഗ്രാൻഡ് ആണ്. 2024 ആബേൽ പുരസ്കാരത്തിന് ആരാണ് കിട്ടിയത്? മൈക്കിൾ തലാഗ്രാൻഡ്. 2023 ലൂയിസ് കാഫ്രലിക്കാണ്. 2023 ലൂയിസ് കാഫ്രലി. 2024 ആബേൽ ആർക്കാണ്? മൈക്കിൾ തലാഗ്രാൻഡ്. ഒന്നുകൂടെ നോക്കാം. ആബേൽ പുരസ്കാരം 2024 കിട്ടിയത് മൈക്കിൾ തലാഗ്രാൻഡിനാണ്. ആബേൽ എന്താണ്? ഗണിതശാസ്ത്ര മേഖലയിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ആബേൽ പുരസ്കാരമാണ്. അടുത്ത പോയിന്റ് 2023 കിട്ടിയത് ലൂയിസ് കാഫ്രലിക്കാണ്. അടുത്ത പോയിന്റ് പത്മ പുരസ്കാരം. പത്മ പുരസ്കാരം 2024. അതിൽ ആദ്യത്തെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ മേഖലകളിലാണ് 3 വിഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. ഒന്നാമത്തേത് പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ കിട്ടിയത് ആൾക്കാരെ നോക്കാം. M. വെങ്കയ്യ നായിഡു, വൈജയന്തിമാല ബാലി, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, പിണ്ടേശ്വർ പാഠക്. അപ്പോൾ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. വെങ്കയ്യ നായിഡു ആരാണ്? മുൻ ഉപരാഷ്ട്രപതിയാണ്. M. വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതിയാണ്. അടുത്തത് വൈജയന്തിമാല ബാലി, നടിയും നർത്തകിയുമാണ്. കല എന്ന മേഖലയിലാണ് കിട്ടിയത്. വൈജയന്തിമാല ബാലി നടിയും നർത്തകിയുമാണ്. കല എന്ന മേഖലയിലാണ് കിട്ടിയത്. അടുത്തത് പത്മ സുബ്രഹ്മണ്യം, നർത്തകിയാണ്. ഭരതനാട്യം നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം എന്താണ്? ഭരതനാട്യം നർത്തകിയാണ്. അടുത്തത് ചിരഞ്ജീവി, തെലുങ്ക് സിനിമാ നടനാണ്. ആര്? ചിരഞ്ജീവി. തെലുങ്ക് സിനിമാ നടനാണ് ചിരഞ്ജീവി. അടുത്തത് ബിണ്ടേശ്വർ പാഠക്, സാമൂഹിക പ്രവർത്തകനാണ്. ബിണ്ടേശ്വർ പാഠകാരാണ് സാമൂഹിക പ്രവർത്തകനാണ്. ഒന്നുകൂടെ നോക്കാം. പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ്? 5 പേർക്കാണ് കിട്ടിയത്. M. വെങ്കയ്യ നായിഡു, വൈജയന്തിമാല ബാലി, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, ബിണ്ടേശ്വർ പാഠക്. M. വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതിയാണ്. വൈജയന്തിമാല ബാലി ആരാണ്? നടിയും നർത്തകിയുമാണ്. കലാമേഖലയിലാണ് കിട്ടിയത്. പത്മ സുബ്രഹ്മണ്യം നർത്തകിയാണ്. ഭരതനാട്യം നർത്തകിയാണ്. ആര്? പത്മ സുബ്രഹ്മണ്യം. അടുത്തത് ചിരഞ്ജീവി, തെലുങ്ക് സിനിമാ നടനാണ് ചിരഞ്ജീവി. ബിണ്ടേശ്വർ പാഠക് സാമൂഹിക പ്രവർത്തകനാണ്. അടുത്തത് പത്മഭൂഷണാണ്. പത്മഭൂഷൺ ലഭിച്ചത് ആരൊക്കെയാണ്? M. ഫാത്തിമ ബീവി, മരണാനന്തരമാണ് കിട്ടിയത്. O. രാജഗോപാൽ, ഉഷ ഉദുപ്പ്, കുന്ദൻ വ്യാസ്, മിഥുൻ ചക്രവർത്തി, വിജയ്കാന്ത്, യങ് ലിയു, ഫോർമുസ്ചി N. കാമ. ഒന്നുകൂടെ നോക്കാം ആൾക്കാരെ. M. ഫാത്തിമ ബീവി മരണാനന്തരമാണ് കിട്ടിയത്. O. രാജഗോപാൽ, ഉഷ ഉദുപ്പ്, കുന്ദൻ വ്യാസ്. കുന്ദൻ വ്യാസ് ഒരു ജേർണലിസ്റ്റാണ്.
പിന്നെ മിഥുൻ ചക്രവർത്തി കലാമേഖലയിലാണ് കിട്ടിയത്. മിഥുൻ ചക്രവർത്തിക്ക് കലാമേഖലയിലാണ് കിട്ടിയത്. പിന്നെ വിജയകാന്ത് തമിഴ് ഫിലിം സ്റ്റാറാണ്, മരണാനന്തരമാണ് കിട്ടിയത്. വിജയകാന്ത് ആരാണ്? തമിഴ് സിനിമാ നടനാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. അടുത്തത് യങ് ലിയു ആരാണ്? തായ്വാൻകാരനാണ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. യങ് ലിയു തായ്വാൻകാരനാണ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത്. അടുത്ത പോയിന്റ്, ഫോർമുസ്ജി എൻ കാമ ജേർണലിസ്റ്റാണ്. ഫോർമുസ്ജി എൻ കാമ ആരാണ്? ജേർണലിസ്റ്റാണ്. ഒന്നുകൂടെ നോക്കാം. പത്മഭൂഷൺ കിട്ടിയത് എം ഫാത്തിമ ബീവി, മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്, കുന്ദൻ വ്യാസ് ജേർണലിസ്റ്റാണ്. മിഥുൻ ചക്രവർത്തി കലാ വിഭാഗത്തിലാണ് കിട്ടിയത്. വിജയകാന്ത് തമിഴ് സിനിമാ നടനാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. യങ് ലിയു തായ്വാൻകാരനാണ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അടുത്തത് ഫോർമുസ്ജി എൻ കാമ ജേർണലിസ്റ്റാണ്. അടുത്തത് പത്മശ്രീയാണ്. പത്മശ്രീ ലഭിച്ചത് 6 മലയാളികൾക്കാണ്. 2024 പത്മശ്രീ 6 മലയാളികൾക്കാണ് ലഭിച്ചത്. ആ മലയാളികളെ ഒന്ന് പരിചയപ്പെടാം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, സദനം ബാലകൃഷ്ണൻ, മുനി നാരായണ പ്രസാദ്, ഇ.പി. നാരായണൻ, സത്യനാരായണ ബലേരി, പി. ചിത്രൻ നമ്പൂതിരിപ്പാട്. ഒന്നുകൂടെ ഒന്ന് പറയാം ആൾക്കാരെ. 6 മലയാളികൾക്കാണ് പത്മശ്രീ 2024 കിട്ടിയത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, സദനം ബാലകൃഷ്ണൻ, മുനി നാരായണ പ്രസാദ്, ഇ.പി. നാരായണൻ, സത്യനാരായണ ബലേരി, പി. ചിത്രൻ നമ്പൂതിരിപ്പാട്. അതിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയിലാണ് കിട്ടിയത്. സാഹിത്യം വിദ്യാഭ്യാസത്തിനുമാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്ക് കിട്ടിയത്. സദനം ബാലകൃഷ്ണൻ കഥകളി ആർട്ടിസ്റ്റാണ്. മുനി നാരായണ പ്രസാദിന് സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയ്ക്ക് തന്നെയാണ് കിട്ടിയത്. അടുത്തത് ഇ.പി. നാരായണൻ തെയ്യം കലാകാരനാണ്. ഇ.പി. നാരായണൻ ആരാണ്? തെയ്യം കലാകാരനാണ്. അടുത്തത് സത്യനാരായണ ബലേരി, നെൽ കർഷകനാണ് സത്യനാരായണ ബലേരി. അടുത്തത് പി. ചിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിനും സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയ്ക്കാണ് കിട്ടിയത്. ഒന്നുകൂടെ നോക്കാം. പത്മശ്രീ 2024 6 മലയാളികൾക്ക് ലഭിച്ചു. 1 ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയ്ക്ക്. 2 സദനം ബാലകൃഷ്ണൻ, ഏതാണ്? കഥകളി ആർട്ടിസ്റ്റാണ് സദനം ബാലകൃഷ്ണൻ. അടുത്തത് മുനി നാരായണ പ്രസാദ്, അദ്ദേഹത്തിനും സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയ്ക്കാണ് കിട്ടിയത്. അടുത്തത് ഇ.പി. നാരായണൻ, അദ്ദേഹം തെയ്യം കലാകാരനാണ്. അടുത്തത് സത്യനാരായണ ബലേരി, നെൽ കർഷകനാണ് സത്യനാരായണ ബലേരി. അടുത്തത് പി. ചിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് കിട്ടിയത്. അടുത്തത് ഭാരതരത്ന 2024 ഭാരതരത്ന നേടിയവരെന്ന് നോക്കാം. ആദ്യം പി.വി. നരസിംഹറാവു, 2 ചൗധരി ചരൺ സിംഗ്, 3 കർപ്പൂരി താക്കൂർ, 4 എൽ.കെ. അദ്വാനി, 5 ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഭാരതരത്ന 2024 കിട്ടിയത് ആർക്കൊക്കെയാണ്? പി.വി. നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അതിൽ പി.വി. നരസിംഹറാവു 1991-96 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പി.വി. നരസിംഹറാവു 1991-96 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചൗധരി ചരൺ സിംഗ് 1979-80 കാലഘട്ടത്തിലെ 6 മാസത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചൗധരി ചരൺ സിംഗ് 1979-1980 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അടുത്തത് കർപ്പൂരി താക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. സ്വതന്ത്ര സമര സേനാനിയും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമാണ് ആര്? കർപ്പൂരി താക്കൂർ ആരാണ്? മുൻ ബീഹാർ മുഖ്യമന്ത്രിയും സ്വതന്ത്ര സമര സേനാനിയുമാണ്. അടുത്തത് എൽ.കെ. അദ്വാനിയാണ്. ഇന്ത്യയുടെ ലോക്സഭ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, വാർത്താവിതരണ പ്രേക്ഷണ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു ആര്? എൽ.കെ. അദ്വാനി. അപ്പോൾ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന 2024 കിട്ടി. എന്തൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ? ഇന്ത്യയുടെ ലോക്സഭ പ്രതിപക്ഷ നേതാവായിരുന്നു, മുൻ പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു, വാർത്താവിതരണ പ്രേക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. അടുത്തത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി. ഭാരതരത്നം ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ആദ്യമായിട്ട് ഭാരതരത്നം ലഭിച്ച മലയാളിയാണ് എം.ജി.ആർ. അദ്ദേഹം ഫസ്റ്റ് മലയാളി. അദ്ദേഹം പാലക്കാടുകാരനാണ്. തമിഴ്നാട്ടിലെ
മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വദേശം പാലക്കാടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഭാരതരത്നം ലഭിച്ച ഫസ്റ്റ് മലയാളി എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ നോക്കാം. ഭാരതരത്ന 2024. ഒന്നാമത് PV നരസിംഹറാവു 1991-96 ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ചൗധരി ചരൺ സിംഗ് 1979-80 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ 6 മാസം വരെയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. പിന്നെ കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ CM ആണ്. സ്വതന്ത്ര സമര സേനാനി, മുൻ ബീഹാർ CM-ഉമാണ് കർപ്പൂരി താക്കൂർ. LK അദ്വാനി ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. ക്ഷമിക്കണം, നേരത്തെ ഞാൻ മുൻ പ്രധാനമന്ത്രി എന്നാണ് കേട്ടോ വായിച്ചത്, മുൻ ഉപപ്രധാനമന്ത്രിയാണ്. അപ്പോൾ LK അദ്വാനി ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, മുൻ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, വാർത്താവിതരണ പ്രേക്ഷണ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു ആര്? LK അദ്വാനി. അടുത്തത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. പിന്നെ ഭാരതരത്നം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് MS സ്വാമിനാഥൻ. ഫസ്റ്റ് കിട്ടിയത് MGR-നാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. എന്നാലും അദ്ദേഹം നേറ്റീവ് പാലക്കാട് സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും വീഡിയോസൊക്കെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.